friends, welcome to our channel Malabar Classic Kitchen. ഈ ആഴ്ചയുടെ പ്രത്യേകത എന്താണെന്നറിയോ? 2 സ്പെഷ്യൽ ഡേയ്സ് വരുന്നുണ്ട്. നവംബർ 1 എന്താണെന്ന് അറിയോ? അന്നാണ് കേരള പിറവി, കേരളന്റെ ബർത്ത്ഡേ. പിന്നെ സെക്കൻഡ് വരുന്നത് ദിവാലി. അതുകൊണ്ട് ഉമ്മ ഒരു പായസാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന്റെ പേര് എന്താണെന്ന് അറിയണ്ടേ? നെയ്പായസം. ഇതെങ്ങനെയാ ഉണ്ടാക്കുന്നത് നോക്കിയാലോ? Come on, let's go to the kitchen. ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നെയ്പായസമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിൻ്റെ റെസിപ്പി എനിക്ക് പറഞ്ഞു തന്നത് എൻ്റെ ഫ്രണ്ടായ ലളിത മിസ്സാണ്. ഒരു കേരളപ്പിറവിയുടെ അന്നാണ് ടീച്ചർ ആദ്യമായിട്ട് ഈ ഒരു പായസം സ്കൂളിൽ കൊണ്ടുവന്നതും ഞാൻ ആദ്യമായി കഴിച്ചതും. ഞാൻ കഴിച്ചതിൽ വെച്ച് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള പായസം തന്നെയായിരുന്നു അത്. ഞാൻ അപ്പോൾ തന്നെ മിസ്സിനോട് റെസിപ്പി ചോദിച്ചു. ഞാൻ ട്രൈ ചെയ്ത് നോക്കുകയും ചെയ്തു. എൻ്റെ ഫാമിലിക്ക് അത് ഒത്തിരി ഇഷ്ടവുമായി. അപ്പോൾ വിചാരിച്ചു നിങ്ങളുമായി ഷെയർ ചെയ്യാമെന്ന്. എന്നാൽ പിന്നെ റെസിപ്പിയിലോട്ട് പോവാമല്ലേ. ഈ പായസത്തിന് മെയിനായിട്ട് വേണ്ടത് ഉണക്കലരിയാണ്. ഞാനിവിടെ 1 കപ്പ് ഉണക്കലരി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഈസി ആയിട്ട് സൂപ്പർ മാർക്കറ്റിലൊക്കെ നിന്ന് ലഭിക്കുന്നതാണ്. ഇത് ഇനി നന്നായി വാഷ് ചെയ്തിട്ട് വരാം. അരി നന്നായി കഴുകി വെള്ളമൊക്കെ കളഞ്ഞിട്ടുണ്ട്. ഇതൊരു കുക്കറിലോട്ട് ചേർക്കാം. ഇനി ഇതിലോട്ട് വെള്ളം ചേർക്കണം. ഞാൻ മെഷറിംഗ് കപ്പിലെ 2 കപ്പ് വെള്ളമാണ് ചേർക്കുന്നത്. ഇനി ഒരു നുള്ളു ഉപ്പ് ചേർക്കാം. ഇതൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇത് അടച്ചു വെച്ച് ഒരു 3 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം. അരി വേവുന്ന ടൈമിൽ നമുക്ക് ശർക്കര ഉരുക്കിയെടുക്കാം. ഞാനിവിടെ ഒരു 400 ഗ്രാം ശർക്കര എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/4 കപ്പ് വെള്ളം ചേർക്കുക. ഇനി ഇതൊന്ന് ഉരുകി വരട്ടെ. ശർക്കര മെൽട്ടായിട്ടുണ്ട്. ഇനി സ്റ്റൗ ഓഫ് ചെയ്യാം. ഉണക്കലരിയും വെന്തിട്ടുണ്ട്. ഇത് 2-3 വിസിൽ കൂടുതൽ വേവിക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതിലേക്ക് ശർക്കര ഉരുക്കിയത് അരിപ്പയിലൂടെ അരിച്ചു ചേർക്കാം. ഇത് നന്നായി മിക്സ് ചെയ്യുക. സ്റ്റൗ ലോ ഫ്ലെയിമിലായിരിക്കണം. പായസം നന്നായി തിളക്കുന്നുണ്ട്. ഇതിലേക്ക് 2 ടീസ്പൂൺ നെയ്യ് ചേർക്കാം. ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. പായസം നന്നായി കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കൂടി നെയ്യ് ചേർക്കാം. ഇത് നന്നായി മിക്സ് ചെയ്ത് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർക്കാം. ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി പാനിലേക്ക് ഒരൽപ്പം നെയ്യ് ചേർക്കാം. ചൂടായ നെയ്യിലോട്ട് കട്ട് ചെയ്ത അണ്ടിപ്പരിപ്പ് ചേർക്കാം. അതുപോലെ തേങ്ങാക്കൊത്തും ചേർക്കുന്നുണ്ട്. നിങ്ങളുടെ അടുത്ത് ഉണക്കമുന്തിരി ഉണ്ടെങ്കിൽ അതും ചേർക്കാവുന്നതാണ്. എൻ്റെ അടുത്ത് ഉണക്കമുന്തിരി ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ചേർക്കാത്തത്. ഇനി നമുക്ക് ഇത് നന്നായി വറുത്തെടുക്കാം. ഇത് വറുത്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് പായസത്തിലോട്ട് ചേർക്കാം. ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നെയ്പായസം ഇവിടെ റെഡിയായിട്ടുണ്ട്. ഇത് ഏറ്റവും ഈസിയും അതുപോലെ ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ളൊരു പായസമാണ്. ഈ ഒരു കൊതിയൂറും പായസ റെസിപ്പി എനിക്ക് പറഞ്ഞു തന്ന ലളിത മിസ്സിന് ഒരു ബിഗ് താങ്ക്സ് ഞാൻ ഈ അവസരത്തിൽ പറയുന്നു. ഇതാണ് നമ്മളെ നെയ്പായസം. ഇതിന്റെ ടേസ്റ്റ് എങ്ങനെയുണ്ട് നോക്കട്ടെ. സൂപ്പർ, നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട്. ഒരു മുട്ടായി തിന്നത് പോലെ തന്നെ ഉണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണേ.
വീഡിയോ ലൈക്ക് ചെയ്യാൻ ഇപ്പൊ കൊറേ ആൾക്ക് മടിയുണ്ടല്ലേ? ആരും മടിക്കല്ലേ, ഇപ്പൊ തന്നെ ലൈക്ക് ചെയ്യണേ. അത് മാത്രല്ല ഷെയറും ചെയ്യണം. പിന്നെ എന്താ ചെയ്യേണ്ടത്? സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ആ കൂടെ ഉള്ള